15,000 രൂപ മുടക്കി നമുക്ക് മേടിക്കാൻ പറ്റിയ ഇഷ്ടം പോലെ ഫോൺസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിപ്പോൾ ഓഫ്ലൈൻ പോയാലും കാണാം, ഓൺലൈൻ പോയാലും കാണാം. പക്ഷേ ഇതിൽ നല്ല ഫോൺസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കുറച്ച് ഫോൺസ് പറഞ്ഞുതരാം. നിങ്ങളുടെ പർപ്പസ് നോക്കി മാത്രം ഏതൊരു ബഡ്ജറ്റ് ആണെങ്കിലും ഫോൺസ് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇപ്പോൾ ക്യാമറ വേണ്ടവർക്ക് ക്യാമറ ഫോൺ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നല്ലതായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ 15,000 റുപ്പീസ് മുടക്കി നമുക്ക് മേടിക്കാൻ പറ്റിയ കുറച്ച് ഫോൺസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ ഫോണാണ് ഈ ലിസ്റ്റിലുള്ള ഏറ്റവും ഓൾറൗണ്ട് പാക്കേജ് എന്നൊക്കെ പറയാൻ പറ്റിയ ഡിവൈസ്. അതാണ് ഇൻഫിനിക്സിന്റെ നോട്ട് 50S. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിക്കാൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ സ്പെഷ്യാലിറ്റീസ് നോക്കുകയാണെങ്കിൽ 64 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ പ്ലസ് 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്തും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ആയിട്ട് നമുക്ക് 13 മെഗാ പിക്സലാണ് കിട്ടുന്നത്. പിന്നെ 5500 mAh ബാറ്ററിയും Dimensity 7300 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ചിപ്പാണ്. ഈ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സെറ്റപ്പ് ആണ്. അതായത് ഈ ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത് Dimensity 7300 തന്നെയാണ്. അതിൽ ഒരുപാടൊന്നും മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. ആ വേരിയേഷൻസ് ഒന്നും നമ്മൾ ഒരിക്കലും നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ നോർമലി നോക്കുകയാണെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് ഫോർ ദ പ്രൈസ് നല്ലതാണ്. ബാറ്ററി MAH ഒരു 6000 കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. 5500 mAh എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിന് ഓക്കെ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. കാരണം ഡിസ്പ്ലേയും ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ ഒക്കെ ഈ ഫോണിൽ അത്യാവശ്യം നല്ലതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 15,999 ആണ് നോർമൽ പ്രൈസിംഗ് ആയിട്ട് വരുന്നത്. ഇതിന്റെ കൂടെ ബാങ്ക് ഓഫർ ഒക്കെ വെച്ച് നമുക്ക് ഇത് 14,999 മേടിക്കാൻ പറ്റും. ആ ഒരു പ്രൈസിന് ഒരു ഓൾറൗണ്ട് പാക്കേജ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷൻ ആണ്. പക്ഷെ ചിലർക്ക് ഇൻഫിനിക്സിന്റെ ഫോൺ അത്ര താല്പര്യമില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ചിലടത്ത് സർവീസ് സെന്റേഴ്സ് കാണത്തില്ല, അല്ലെങ്കിൽ ഫോണിന്റെ ബ്രാൻഡ് അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർ ഇഷ്ടമല്ല. ഈ 3 റീസൺസ് ആണ് മെയിൻ ആയിട്ട് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത് പറയുന്ന ഫോണും ഒരു ഓൾറൗണ്ട് പാക്കേജ് തന്നെയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ ഒരു ഡിവൈസ് ആണ്. അതാണ് റിയൽമിയുടെ P3. ഇതിൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ലെൻസ് കൊടുത്തിട്ടുണ്ട്, 2 മെഗാ പിക്സലിന്റെ ഡെപ്തും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ബാക്ക് ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ സ്ഥിരം 16 മെഗാ പിക്സലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 6.67 ഇഞ്ചിന്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ആംബ്ലോ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 4 ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റ് പെർഫോമൻസ് വേണമെങ്കിൽ ഇതായിരിക്കും ദി ബെസ്റ്റ് ചിപ്സെറ്റ്. പിന്നെ ഈ ഒരു ഫോണിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് റിയൽമി പറയുന്നത് ഇതിൽ IP69 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഈ ജെറ്റ് സ്പ്രേ ഒക്കെ വെച്ച് നമ്മൾ ഈ ഒരു ഫോൺ കഴുകാൻ ശ്രമിക്കുകയാണെങ്കിലും ഫോണിനൊന്നും ഡാമേജ് പറ്റത്തില്ല എന്നാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊണ്ട് അർത്ഥമുള്ളത്. എന്നും പറഞ്ഞ് നിങ്ങളുടെ ഫോൺ കൊണ്ട് ജെറ്റ് സ്പ്രേയുടെ ഫ്രണ്ടിൽ വെച്ച് എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ ഒരിക്കലും കമ്പനി വാറന്റി തരത്തില്ല. അത് മൈൻഡിലേക്ക് വെച്ചിട്ട് മാത്രം ഈ ഒരു ഫോണൊക്കെ കൊണ്ട് വെള്ളത്തിൽ മുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ജെറ്റ് സ്പ്രേയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ട് വെക്കാളും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല, വാറന്റി കിട്ടത്തില്ല. ആൻഡ് ഇതിന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ 6GB RAM 128GB പ്രൈസിംഗ് ആണ് 15,999. ആൻഡ് 1000 റുപ്പീസിന്റെ ഓഫേഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 15,000 റുപ്പീസിനകത്ത് നമുക്ക് ഇത് ഈസിലി മേടിക്കാൻ പറ്റും. ആ ഒരു പ്രൈസിന് നല്ല പെർഫോമൻസ് ഉള്ള ഫോണാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന എല്ലാ ഫോൺസിന്റെ ബേസ് വേരിയന്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം 1000 രൂപ കൂടിയേ പോലും നല്ല നല്ല മോഡൽസ് വേറെ ഉണ്ട്. അതായത് ഇപ്പൊ 15,000 റുപ്പീസിന് ഈ ഒരു ഫോൺ പറഞ്ഞു ഒരു 1000 റുപ്പീസ് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഓപ്പോന്റെ K13 ഉണ്ട്, അല്ലെങ്കിൽ വേറെയും കുറെ ഓപ്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റ് ഒരു 1000 റുപ്പീസോ അല്ലെങ്കിൽ ഒരു 500 റുപ്പീസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത്രയും ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ഹയർ സെഗ്മെന്റ് നോക്കുക, അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അടുത്ത ഫോണാണ് വിവോയുടെ T4X അല്ലെങ്കിൽ നമ്മുടെ iQന്റെ Z10X. രണ്ടും എക്സാക്ട്ലി സെയിം ഡിവൈസ് ആണ്. ജസ്റ്റ് ലോഗോ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വിൽക്കുന്ന പ്ലാറ്റ്ഫോമിലും ചെറിയ ചേഞ്ച് ഉണ്ട്. വിവോ വന്നിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കൂടെയും നമ്മുടെ iQ വന്നിട്ട് ആമസോണിൽ കൂടെ സെല് ചെയ്യുന്നതല്ലാതെ ഈ രണ്ട് ഫോൺ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാം സെയിം തന്നെയാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു പ്രൈസ് പോയിന്റിലുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇതൊരു 13,000 റേഞ്ചിലൊക്കെ മേടിക്കാൻ പറ്റിയ ഡിവൈസ് ആണ്. ആ ഒരു പ്രൈസിന് നമുക്ക് Dimensity 7300 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് 6500 mAh ബാറ്ററിയും 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി, പിന്നെ 2 മെഗാ പിക്സലിന്റെ ഡെപ്തും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 8 മെഗാ പിക്സലാണ് കിട്ടുന്നത്. പിന്നെ 6.72 ഇഞ്ചിന്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. AMOLED ഇവിടെ കിട്ടുന്നില്ല. ആൻഡ് ഇതിൽ ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്നത് ഇതിൽ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, IPS LCD ആണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് 13,000 രൂപയ്ക്ക് ഇതിൽ നല്ല പെർഫോമൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസ് ഈ ഒരു പ്രൈസിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. Dimensity 7300 ചിപ്സെറ്റ് ആണ്. ഈ ഒരു പ്രൈസിന് നമുക്ക് വേറെ ഒരു ഫോണിലും ഈ ഒരു ചിപ്സെറ്റ് കിട്ടത്തില്ല. ആൻഡ് ഇതിന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ 13,999 ആണ് ബേസ് വേരിയന്റിന് വരുന്നത്. ആൻഡ് ഓഫേഴ്സ് ഒക്കെ വെച്ച് 13,000 റുപ്പീസിന് അത് കിട്ടും. ആൻഡ് ഈ ഫോണിനെ പറ്റിയും എനിക്ക് പറയാനുള്ളത് ബേസ് വേരിയന്റ് തന്നെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. 1000 അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്
ഇതേ സെയിം ചിപ്സെറ്റ് വെച്ചിട്ട് നമുക്ക് വേറെയും ബെറ്റർ ഓപ്ഷൻസ് കിട്ടും. അതായത് AMOLED ഡിസ്പ്ലേ ഉള്ള ഓപ്ഷൻസ് കിട്ടും. അതൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്നാൽ ഈ ഒരു പ്രൈസ് പോയിന്റ് ആണ്, ഇത്രയും ബഡ്ജറ്റ് ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോണും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ആൻഡ് ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പല ആൾക്കാരും വീഡിയോസ് റെഗുലർലി കാണാറുണ്ട്, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് ഞാൻ ഒരു ഫോണിന്റെ ഓഫർ പറയാൻ വിട്ടുപോയി. അതാണ് നമ്മുടെ റിയൽമിയുടെ നാർസോ 70 ടർബോ. റിയൽമി നാർസോ 70 ടർബോ അത്യാവശ്യം നല്ല ഡിവൈസ് തന്നെയാണ്. ഡയമൻസിറ്റി 7300ഉം AMOLED ഡിസ്പ്ലേയും എല്ലാം ഉണ്ട്. ആൻഡ് ഇതിന്റെ പ്രൈസും വളരെ അട്രാക്റ്റീവ് ആണ്. 14,000 അല്ലെങ്കിൽ ഒരു 13,999 നമുക്ക് നോർമലി മേടിക്കാൻ പറ്റും. അല്ലാതെ ഓഫേഴ്സ് ഒക്കെ ഇടക്കിടക്ക് കാണാറുണ്ട്. ബാങ്ക് ഓഫർ അല്ലാതെ കൂപ്പൺ ഒക്കെ ആമസോണിൽ വരാറുണ്ട്, ഒരു 500 റുപ്പീസിന്റെ ഒക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു എഫക്റ്റീവ് പ്രൈസ് ആയിട്ട് നമുക്ക് 13,500 റുപ്പീസിനൊക്കെ മിക്കവാറും മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രൈസിന് AMOLED ഡിസ്പ്ലേയും ഡയമൻസിറ്റി 7300 കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിവോ എടുക്കണേം കാട്ടും അല്ലെങ്കിൽ ഐക്യു എടുക്കണേം കാട്ടൊക്കെ ബെറ്റർ ഓപ്ഷൻ ആണ് റിയൽമിയുടെ നാർസോ 70 ടർബോ. അപ്പോൾ ഇതിന്റെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അൺബോക്സിങ്ങും റിവ്യൂവും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ എന്തായാലും വീഡിയോ എടുത്തേക്ക്. അപ്പോൾ അടുത്ത ഫോൺ എന്ന് പറയുന്നത് ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് നോക്കുന്നവർക്കാണ്. അപ്പോൾ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് സാംസങ് ഗാലക്സി M35. ഈ ഒരു M35 എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് ഫോൺ അല്ല. ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ. ഇതിൽ Exynos 1380 ചിപ്സെറ്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് ഈ ഒരു പ്രൈസ് പോയിന്റിന് കിട്ടും. എന്നും പറഞ്ഞ് ഇത് ഗെയിമിംഗ് ഫോൺ അല്ല, എടുത്ത് BGMA കളിക്കാനോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഗെയിംസ് കളിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ത്രോട്ടൽ ആവും, ഹീറ്റ് ആവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഗെയിമിംഗ് ഫോണായിട്ട് കണക്കാക്കല്ലേ. എന്നാൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി എടുത്തിട്ടുണ്ട്, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും പിന്നെ 2 മെഗാ പിക്സലിന്റെ മാക്രോ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയായിട്ട് 13 മെഗാ പിക്സലാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി എടുത്തിട്ടുണ്ട്. 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു 25 വാട്ട്സിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടത്തില്ല, എക്സ്ട്രാ ആയിട്ട് മേടിക്കേണ്ടി വരും. അതിനൊരു 1200 എന്തായാലും കോസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർജറൊക്കെ നമ്മൾ എക്സ്ട്രാ മേടിക്കുമ്പോൾ ഒരു 15,000 റുപ്പീസ് തന്നെയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. ഇതിന്റെ ബേസ് വേരിയന്റിന്റെ നോർമൽ കോസ്റ്റ് 13,999 ആണ്. അതിന്റെ കൂടെ ഒരു 500 രൂപയുടെ ഒരു കൂപ്പൺ കോഡ് കിടക്കുന്നുണ്ട് ആമസോണിൽ. അതിന് എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇപ്പൊ എന്തായാലും ആ ഒരു 500 രൂപയുടെ ഡിസ്കൗണ്ട് ഇതിലുണ്ട്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല AMOLED ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന അത്യാവശ്യം ബാറ്ററി ഒക്കെ ഉള്ള ഒരു ഫോൺ വേണമെങ്കിൽ ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ വിവോ T4X പറഞ്ഞപ്പോൾ അതിൽ AMOLED ഡിസ്പ്ലേ ഇല്ലായിരുന്നു, പക്ഷെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഫോണാണ്. 13,000 റുപ്പീസിന് കിട്ടും. ഇനി എൻ്റെ 13,000 റുപ്പീസേ ബഡ്ജറ്റ് ഉള്ളൂ. മെയിൻ ആയിട്ട് ഞാൻ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് പോക്കോന്റെ M7 Pro. പോക്കോന്റെ M7 Pro എന്ന് പറയുന്നത് നല്ലൊരു AMOLED ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ക്യാമറയിൽ OIS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഡയമൻസിറ്റി 7025 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. അതിന്റെ കൂടെ ഒരു അൾട്രയും കൂടെ ഒക്കെ ഉണ്ട്, വലിയ കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് ആയിരിക്കും. ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്ത് ഇവിടെ പോകരുത്. ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഫോൺ അല്ല. പിന്നെ 5110 mAh ബാറ്ററി, 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലൊരുത്തിലുള്ള AMOLED ഡിസ്പ്ലേ തന്നെയാണ്. ആൻഡ് ഇതിന്റെ പ്രൈസിംഗും വളരെ അട്രാക്റ്റീവ് തന്നെയാണ്. ഇതിന്റെ നോർമൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് 12,999 ആണ്. അത് ഇതിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് ആണ്. അതിന്റെ കൂടെ ബാങ്ക് ഓഫർ ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 1000 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഫോൺ ഓവറോൾ നോക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ലോഞ്ച് ആയപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷെ പോക്കോയ്ക്ക് മനസ്സിലായി ഇതിന്റെ പ്രൈസ് അത്രയ്ക്കൊന്നും ഇല്ലാന്ന്. ആൻഡ് ഇതിന്റെ ഇപ്പോൾ ഉള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഡീലാണ്. അപ്പോൾ ഇത്രയാണ് എന്റെ മെയിൻ ഫോൺ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ ഏതെങ്കിലും ഫോൺ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഫോൺ നിങ്ങളിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലിലുള്ള ബാക്കി വീഡിയോസ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.